തൃശൂർ കോർപ്പറേഷനിൽ പുതിയതായി രൂപീകരിക്കപ്പെട്ട ഡിവിഷനാണ് തിരുവമ്പാടി. UDF-ഉം NDA-യും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം നടന്ന ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ ആണ് വിജയിച്ചത്. BJP അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ലഭിച്ച സ്വീകാര്യതയും യുവത്വത്തിന്റെ പ്രതിനിധി എന്ന പരിഗണനയുമാണ് കോൺഗ്രസ് അനുകൂല തരംഗത്തിലും കന്നി മത്സരത്തിനിറങ്ങിയ രേഷ്മയ്ക്ക് കരുത്തായത്. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ പൂരത്തിന്റെ പ്രധാന നടത്തിപ്പുകാരാണ് തിരുവമ്പാടി ദേവസ്വം. തിരുവമ്പാടി ദേവസ്വവും ക്ഷേത്രവും ഇരിക്കുന്ന തിരുവമ്പാടിക്ക് പ്രത്യേകമായൊരു നഗരസഭ ഡിവിഷൻ ഉണ്ടായിരിക്കുകയാണ്. ഇത്തവണ പുതുതായി തൃശൂർ കോർപ്പറേഷനിൽ രൂപീകരിക്കപ്പെട്ട ഡിവിഷന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് BJP-യുടെ യുവ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് രേഷ്മ മേനോനാണ്. ഹൈക്കോടതി അഭിഭാഷകയാണ്. ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ച് തിരുവമ്പാടിയുടെ കൗൺസിലറായി മാറിയിരിക്കുന്നത്. രേഷ്മ, എങ്ങനെയാണ് ഈ വിജയം? ആദ്യത്തെ ഒരു ഡിവിഷൻ, ആദ്യത്തെ കന്നി മത്സരമാണ്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി ഡിവിഷൻ എന്നുള്ളതും പുതിയൊരു ഡിവിഷനാണ്. അവിടെ വിജയിക്കാനായി ആദ്യ മത്സരത്തിൽ. അതെ, വളരെ സത്യമാണത്. എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഇതൊരു പുതിയ ഡിവിഷനായിരുന്നു. പുതിയ ഡിവിഷന് തന്നെ ആദ്യമായിട്ടൊരു കൗൺസിലർ ആവാൻ പറ്റുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. മുൻപ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലോ യുവജന രാഷ്ട്രീയത്തിലോ ഒന്നും അത്ര സജീവമല്ലായിരുന്നു. BJP അനുഭാവിയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഇത് മത്സരത്തിന് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുന്നതിനൊക്കെ ഒരു അവസരം ഒരുങ്ങുന്നത്? ഞാൻ അനുഭാവിയായിരുന്നു, സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൂ. രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. രാഷ്ട്രീയം ഞാൻ നിരീക്ഷിക്കുന്ന ഒരാളായിരുന്നു. രേഷ്മയുടെ അമ്മാവൻ രവിയാണ് സ്ഥാനാർത്ഥിത്വത്തിക്കൊപ്പം എല്ലാ സമയവും പ്രവർത്തിച്ചതും മറ്റും. രേഷ്മയുടെ അമ്മയും ഒരുപക്ഷെ മുൻപ് BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മുൻപ് 2010 BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു രേഷ്മയുടെ അമ്മ. പിന്നെ ഇവിടെ ഈ ഡിവിഷനിൽ കാലങ്ങളായിട്ട് ഇപ്പോൾ BJP-യുടെ ഒരു സിറ്റിംഗ് സീറ്റാണ്. 2 പ്രാവശ്യമായിട്ട് ഈ 2 തേക്കിൻകാടും കോട്ടപ്പുറം കൂടിയിട്ടുള്ള ഒരു ഡിവിഷനാണ്. അതിൻ്റെ കൂടിയിട്ടുള്ള ഇതാണ് ഈ തിരുവമ്പാടി ഡിവിഷൻ. സ്ഥാനാർത്ഥി സുനിത മേനോനായിരുന്നു എതിരാളി. ശക്തമായ മത്സരമാണ് നടന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു അല്പം ആശങ്ക തോന്നിയിരുന്നു? ആശങ്കയൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇത് ജനിച്ചു വളർന്ന, എന്നെ കണ്ടു വളർന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവരും അറിയാം. നമുക്ക് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെയാണ് ഇപ്പോൾ പുതിയതായ ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഒരുവിധം എല്ലാ ആൾക്കാരെയും ജനിച്ചു വളർന്ന ആൾക്കാരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയല്ലേ. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിൽ തന്നെ വിജയിക്കാനായി തിരുവമ്പാടി ഡിവിഷന്റെ വികസനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാകും ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.